മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മടിച്ചു നിൽക്കാൻ കാരണങ്ങളായ ചില പ്രശ്നങ്ങളുണ്ട്. കൃഷിക്കാവശ്യമായ പണം, കൃഷിക്കാവശ്യമായ അറിവ്, പച്ചക്കറികൾ വിറ്റഴിക്കാനുള്ള വിപണി എന്നീ പ്രശ്നങ്ങൾ. എന്നാൽ ഇവയെ സർക്കാർ ഏജൻസികളുടെ സഹായം കൊണ്ടും സംഘബലം കൊണ്ടും മറികടക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണുന്നത്. കൊച്ചി നഗരത്തിലേക്ക്. സംഘബലം സൃഷ്ടിച്ച പച്ചപ്പിന്റെ കഥയാണ് ഈ മട്ടുപ്പാവിന് പറയാനുള്ളത്. ഇതൊരു ഒറ്റപ്പെട്ട മട്ടുപ്പാവല്ല. തിരക്കേറിയ എറണാകുളം നഗരത്തിൽ ഇതുപോലെ 40 മട്ടുപ്പാവുകളിലാണ് കുടുംബശ്രീ കൃഷിയിടമൊരുക്കിയത്. അജിത രമേഷിനെ പോലെയുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലേക്കുള്ള ശുദ്ധമായ ഭക്ഷണവും സ്വന്തമായ വരുമാനവും ഒരുക്കുന്നത് ഈ ചെറുതോട്ടങ്ങളാണ്. കുടുംബത്തിലെ വരുമാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം അവർക്കൊരു സ്വയം തൊഴിൽ ഇത് സ്ത്രീകളിലൂടെ നടപ്പിലാക്കാൻ കാരണം വീട്ടിലെ പ്രാരാബ്ദങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾ പെട്ടെന്ന് പുറത്തുപോയി വരുമാനം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ സ്വയം തൊഴിലിൽ അത്ര സക്സസ് ആവില്ല. അപ്പോൾ വീട്ടിലെ ഫാമിലിയോടൊപ്പം തന്നെ കുട്ടികളും ഭർത്താവും എല്ലാവരും കൂടി തന്നെ വീട്ടിലെ ജോലിയോടൊപ്പം തന്നെ ചെയ്യാവുന്ന നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ സംരംഭം ആയതുകൊണ്ടാണ് ഇവരത് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വരാൻ കാരണം. ഗ്രീൻ ശ്രീ ഇന്റൻസീവ് വെജിറ്റബിൾ കൾട്ടിവേഷൻ എന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതൊരു കൂട്ടായ്മയാണ്. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നാണ് ഗുണഭോക്താക്കളായ വീട്ടമ്മമാരെ ഈ കൂട്ടായ്മയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് 4 ഘട്ടങ്ങളിലായി പരിശീലനം നൽകി പച്ചക്കറി കൃഷിക്ക് പര്യാപ്തരാക്കുന്നു. ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ധൈര്യമായി. കാരണം എന്തായാലും ചെയ്തിറങ്ങും. കാരണം ഇവർ എൻസിക്കാരാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ നിൽക്കും, എന്തിനും ഏതിനും നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ ഇറങ്ങിയതിലേക്ക്. പരിശീലന ശേഷം 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ഇനി വേണ്ടത് മൂലധനമാണ്. വീടൊന്നിന് 50,000 രൂപയാണ് മുടക്കുമുതൽ. പ്രോജക്റ്റ് ചെലവിന്റെ 35%, അതായത് 17,500 രൂപ സബ്സിഡി ലഭിക്കും. 60%, അതായത് 30,000 രൂപ ബാങ്ക് ലോൺ. കർഷകർ മുടക്കേണ്ടത് പ്രോജക്റ്റ് ചെലവിന്റെ 5%, 2,500 രൂപ. 10%-അടുത്ത് വരുന്ന പലിശയ്ക്ക് 3 വർഷം കൊണ്ട് ലോൺ അടച്ചു തീർക്കണം. 200 ബാഗ് സെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ 5,883 രൂപ നമ്മുടെ ഈ പ്രോജക്റ്റും പ്രകാരം ലാഭം ഉണ്ടാക്കാം. ചെലവ് കഴിഞ്ഞ് ഇതിൻ്റെ കോസ്റ്റ് കഴിഞ്ഞ് പ്രോഫിറ്റ് ആകാം. ഈ പ്രോഫിറ്റിൽ നിന്നും ഒരു വ്യക്തിക്ക് 1,050 രൂപയാണ് മാസം ഇൻസ്റ്റാൾമെൻറ്റ് വരുള്ളൂ 3 വർഷം കൊണ്ട് അടയ്ക്കുമ്പോൾ. അപ്പോൾ ഇവർക്ക് നിസ്സാരമായി ഈ ലോൺ അടയ്ക്കാവുന്ന ഇതേ ഉള്ളൂ. കൃഷിക്കു വേണ്ട സാങ്കേതിക സഹായം ഗ്രീൻ ടെക് എന്ന കർഷക ഏജൻസി ലഭ്യമാക്കും. ഒരു വീടിന് 200 ഗ്രോ ബാഗുകളാണ് ഇവർ നൽകുന്നത്. നിശ്ചിത നടീൽ മിശ്രിതത്തിൽ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ പിടിപ്പിച്ചു നൽകും. അതായത് 200 ബാഗിന് ഒരു 5 അർബൻ മണ്ണ്, അതായത് ബേസിക് മണ്ണ്, പിന്നെ 3 ബാഗ് കോഴിവളം, 2 ബാഗ് ചാണകം, 2 ബാഗ് സ്ക്വയർ മിക്സ്, അതായത് 100 കിലോ, സുഡോമോണസ് ട്രൈക്കോഡർമ 5 കിലോ വീതം. ടെറസിൽ തൊണ്ടുകളടുക്കി ബാഗുകൾ നിരത്തും. ജലസേചനത്തിനുള്ള ടാങ്കും തുള്ളിനന സംവിധാനവും ഇവർ തന്നെ ഒരുക്കിത്തരും. കൂടാതെ കൃഷിക്ക് ആവശ്യമായ പരിശീലനവും. ആദ്യത്തെ ഒരു വിള തീരുന്നതുവരെ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കും. ഇപ്പം നല്ല ധൈര്യമുണ്ട്. ലോൺ തിരിച്ചടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, നമുക്ക് നല്ല ഭക്ഷണം ഏറ്റവും കൂടുതൽ കഴിക്കാൻ കഴിയേണ്ടതിൻ്റെ സന്തോഷം ഏറ്റവും കൂടുതലുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് പ്രൊഡക്ഷൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയപ്പോൾ 2 മാസത്തോളമായി. കുക്കുംബർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സീസൺ ഒരെണ്ണം കഴിഞ്ഞു തന്നെ പെട്ടെന്നായിരുന്നു അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അത് നമ്മൾ കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആൾക്കാർ ഇഷ്ടംമാരെ, അതിൻ്റെ ആവശ്യക്കാർ ഒരുപാട് പേര് വന്നു തുടങ്ങി. കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും അതിൻ്റെ പ്രധാന കാരണം. നമ്മളും കഴിക്കുമ്പോൾ ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും നമ്മുടെ വീട്ടിലെല്ലാവർക്കാണെങ്കിലും അത് തന്നെ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. വീടുകളിൽ കൃഷി ആരംഭിക്കുന്നതോടെ കുടുംബശ്രീ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലുമുള്ള സൗഹൃദത്തിന് തുടക്കമാകുന്നതേയുള്ളൂ. ഇടയ്ക്കിടയ്ക്കുള്ള ഗൃഹസന്ദർശനങ്ങളിലൂടെ ഒരുമയുടെ പച്ചപ്പും ഇവർക്കിടയിൽ വളരുന്നു. വിളവെടുപ്പും നടിയിലും വീടിന് മുകളിലെ കൊച്ചു ആഘോഷങ്ങളായി ഇവർ മാറ്റുന്നു. ഇവർ തമ്മിലല്ലാതെയും ഇങ്ങനെ ഒരു റിലേഷൻ ഡെവലപ്പായി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പരസ്പരം ഇപ്പോഴും കാണുന്നൊരു ടീമായതുകൊണ്ട്
ട്രെയിനിങ്ങുകൾക്കെല്ലാം ഇവർ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ബന്ധം ഉണ്ടായിട്ടുണ്ട്. സീസണും കാലാവസ്ഥയും അനുസരിച്ചുള്ള വിളകളാണ് ഗ്രീൻ ശ്രീയുടെ കൃഷിക്ക് നിർദ്ദേശിക്കുന്നത്. വിപണി കൂടെ ലക്ഷ്യമിടുന്നത് കാരണം ഊർജിതമായ ഉൽപ്പാദനം തന്നെയാണ് ലക്ഷ്യം. 4 മാസം കൊണ്ട് കുറഞ്ഞത് 4 കിലോ തക്കാളി കിട്ടുന്ന തക്കാളി ചെടികളാണ് വിതരണം ചെയ്യുന്നത്. 200 വെണ്ടയ്ക്കയെങ്കിലും പറിക്കാനാകുന്ന വെണ്ടച്ചെടികളാണ് ഇവരുടെ തോട്ടങ്ങളിൽ. ആദ്യഘട്ടത്തിൽ തന്നെ വിജയം വരിക്കാനായത് വീട്ടമ്മമാരിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇത് സോണി, ഇത് ഷെൽവി, ഇത് സുനിത. ഞങ്ങൾ 4 പേര് കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയത്. ഞങ്ങൾക്ക് ആദ്യത്തിൽ ഇത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ചെടികളൊക്കെ വളരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ആത്മവിശ്വാസമായി. ഇതൊക്കെ പൂക്കാനും തുടങ്ങി, ഇതിൽ വളരാനും തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ രക്ഷപ്പെട്ടു, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെടുക്കാം ഇതെന്നുള്ള എന്ന് വെച്ചാൽ ഇത് ഈ സിറ്റി കിടക്കണം. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ കണ്ട് ഇത് വളർന്ന് പൂവൊക്കെ വച്ച് കായായിപ്പോയാൽ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളിപ്പോൾ ഇതിനെയൊക്കെ നോക്കണേ. ഞങ്ങളെ മക്കളെക്കാളും കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഈ പദ്ധതി പ്രകാരം നടത്തുന്നത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം. രോഗപ്രതിരോധത്തിനും കീടനാശത്തിനുമുള്ള ഉപദേശം എപ്പോഴും നൽകാൻ സംവിധാനം. കൂടാതെ വീട്ടമ്മമാർ തമ്മിലെ സൗഹൃദ വലയിലൂടെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും വഴിയുണ്ട്. പരസ്പരം വാട്സപ്പിലൂടെയും ഫോണിലൂടെയൊക്കെ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. വാട്സപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഷെയർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ അവർ പരസ്പരം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും അയച്ചു തരും. അതുപോലെ ടെക്നിക്കൽ അഡ്വൈസേഴ്സിനും അവർ ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ തന്നെ അതിന് മറുപടിയും കിട്ടും. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വാട്സപ്പിൽ ഇതിൻ്റെ ഒരു കൺസോർഷ്യം ഗ്രൂപ്പായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കൂട്ടുകൃഷിയുടെ രഹസ്യം മനസ്സിലാക്കിയാണ് കുടുംബങ്ങൾ ഗ്രീൻ ശ്രീയിലേക്ക് കൂടുതലായി എത്തുന്നത്. മട്ടുപ്പാവും അധ്വാനവും പങ്കുവച്ച് വിളവെടുപ്പിനുള്ള പുതിയ മാതൃകകൾ ഇവർ സൃഷ്ടിക്കുന്നു. ഒരു മട്ടുപ്പാവിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടെറസ് കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ 2 ടെറസിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേർക്ക് ടെറസില്ല, അവർ വാടകയ്ക്ക് ഇരിക്കണവരായതുകൊണ്ട് 2 പേർക്ക് ടെറസില്ല. അപ്പോൾ ഞങ്ങൾ ഈ 2 ടെറസിലായിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നോക്കാനും എളുപ്പമാണ്. ഒരേ വഴി തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സഹകരണമുണ്ട്. പക്ഷെ വേറെ ഭാഗത്തുള്ളവരൊക്കെ വന്നെങ്കിലും ഞങ്ങളാരും അവരെ കൂട്ടിയില്ല. എന്ന് വെച്ചാൽ അവർ എപ്പോഴും എല്ലാ സമയത്തും എത്തിയെന്ന് വരില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം എത്താൻ, എന്ത് സംഭവം ഉണ്ടെങ്കിലും വേഗം പറയാനും കാണാനും വന്ന് നോക്കാനും എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലും ടെറസിൽ വേണ്ടി ചെയ്തത്. അടുത്ത ഘട്ടത്തിൽ 50 വീടുകളിൽ കൂടി ഈ മാതൃക നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത്. കൂടാതെ എറണാകുളത്തെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും ചെറുതായെങ്കിലും ഒരു തോട്ടമുണ്ടാക്കാനും ശ്രമമുണ്ട്. വിപണനത്തെ സംബന്ധിച്ചും ആശങ്കകളില്ല. ഇതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതയാണ് ഏറ്റവും കൂടുതലൊരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്തത്. പക്ഷേ നമ്മളിവിടെ അത്തരത്തിലൊരു പ്രശ്നം നമ്മൾ അനുഭവിച്ചില്ല. ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നും ഈ വെജിറ്റബിൾ കളക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ അതൊന്നും ആവശ്യം വന്നില്ല. ഇവർ തന്നെ ഇവരുടേതായ മാർക്കറ്റുകൾ ഇവർ കണ്ടെത്തിക്കൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ തന്നെ നല്ല വിപണനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോൺ റീപേയ്മെൻറ്റും കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കുകാരെല്ലാം തന്നെ ഇംപ്രസ്ഡ് ആണ്. ഈ ഒരു പ്രോജക്റ്റിൽ ലോണും സബ്സിഡിയും എല്ലാം കൊടുക്കാൻ അവർ ഇംപ്രസ്ഡ് ആണ്. വീടുകളിലും വീടിനോടടുത്ത സ്റ്റോളുകളിലും പച്ചക്കറി ലഭ്യത ഉറപ്പാക്കാൻ മാളയിലെ ജൈവ കൃഷിപ്പാടങ്ങളിൽ നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ മട്ടുപ്പാവുകൾ പച്ചപ്പൊതിച്ച് കഴിയുമ്പോൾ അത് വേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷ. ഇത് കുറേയും കൂടി ബൾക്ക് ലെവലിലേക്ക് ഇത് വരുമ്പോൾ നമ്മൾ അവിടെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഓരോ സ്റ്റാളുകൾ ഇടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ ആ ഒരു ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടത്തും സെയിൽ ചെയ്യുന്ന അതും നമ്മൾ തന്നെയാണ് പച്ചക്കറി അവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്ക് കൊടുക്കാനും ബൾക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്നും കൂടി കൊണ്ടുവന്നു. ഇനി ഇവിടെ എല്ലാം ബൾക്കായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊച്ചി കോർപ്പറേഷൻ്റെ ഏരിയയിൽ ഇവിടെ വിൽക്കുന്ന പച്ചക്കറി എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം കൂടി നമ്മളിതിൽ പിന്നിലുണ്ട്. വ്യക്തമായ ലക്ഷ്യവും നടപ്പാക്കാൻ കാര്യക്ഷമമായ സംവിധാനവും ഉണ്ടെങ്കിൽ സർക്കാർ ഏജൻസികൾക്കും ജനകീയ കൂട്ടായ്മകൾക്കും നാടിന്റെ ഭക്ഷ്യസുരക്ഷയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതിനുള്ള തെളിവാണ് ഈ പദ്ധതി. സാധാരണ കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം ദാരിദ്ര്യ ലഘൂകരണം മാത്രമാണ്. മറിച്ച് ഇതിൽ നമ്മളൊരു ഭക്ഷ്യസുരക്ഷയുടെയും കൂടി എലമെൻറ്റ് ചേർത്തുകൊണ്ട് ആണ് ഈ ഒരു പദ്ധതി ഇവിടെ നമ്മൾ എറണാകുളം ജില്ലയിലൊരു മോഡൽ പ്രോജക്റ്റാണിത്. അപ്പോൾ ഇതൊരു പൈലറ്റായിട്ടാണ് നമ്മളിതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലും ഈ ഒരു മോഡൽ കാണിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇത് വ്യാപിപ്പിക്കാനുള്ളൊരു പരിപാടി സംസ്ഥാന മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു.
നാട്ടിലെ മട്ടുപ്പാവ് കാർഷിക വിപ്ലവത്തിൽ വലിയൊരു പങ്ക് വഹിച്ച് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് കുടുംബശ്രീ. ഈ മാതൃക ഇനിയും വളർന്ന് വികസിക്കട്ടെ. ഇപ്പോഴത്തെ 40 മട്ടുപ്പാവുകൾ 40,000-ഉം 40 ലക്ഷവുമായി വളരട്ടെ. വെറും ആശയല്ല, നാടിന്റെ ആവശ്യമാണത്. ഈ സംഘമാതൃകയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം: ഗ്രീൻ ശ്രീ ഇന്റൻസീവ് വെജിറ്റബിൾ കൾട്ടിവേഷൻ, കുടുംബശ്രീ ഭവൻ, മേക്കാട് PO, അങ്കമാലി. ഫോൺ നമ്പർ 9349908276. നമ്പർ ഒരിക്കൽ കൂടി 9349908276. നാട്ടുവച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുവച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുവച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുവച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.